ക്യാരറ്റ് പൊരി, അതിനൊരു ചമ്മന്തിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൈദമാവ് എടുക്കുക, അതിൻ്റെ 4/1 കടലമാവ് എടുക്കുക, കുറച്ച് ഉപ്പിടുക, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. നമുക്കത് ഇതെല്ലാം ഇട്ടിട്ട് ബാറ്റർ തയ്യാറാക്കി മാറ്റി വയ്ക്കാം. ഇനി പൊരിയിലേക്ക് ആവശ്യമായ ചട്നി: വെളുത്തുള്ളി ചുവന്നുള്ളിയേക്കാൾ അധികം വേണം കേട്ടോ. മുളക് പൊടി, ഉപ്പ്, ഒരു ചെറിയൊരു ഉരുള പുളി, ഇടിച്ച പുളിയും കൂടി ചതച്ച് ഒരു പാത്രത്തിൽ നല്ലോണം ഇളക്കി വയ്ക്കുക. അതിലേക്ക് സ്വല്പം ജീരകം, കുറച്ച് കടുക് ഇട്ട് താളിച്ചിട്ട് വേപ്പില ഇട്ടിട്ട് താളിച്ച് അതങ്ങനെ എണ്ണ ചൂടോടുകൂടി ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു നല്ലോണം ഇളക്കി ചമ്മന്തി മാറ്റി വയ്ക്കും. ഇപ്പോൾ മാവ് ഫെർമെൻ്റായി ഉണ്ടാവും. ഇനി നമുക്ക് പൊരി ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലോണം വെളിച്ചെണ്ണ കാഞ്ഞ് വരുമ്പോൾ ഓരോ ക്യാരറ്റ് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പച്ച ക്യാരറ്റ് 2 എണ്ണം എടുത്തിട്ട് നീട്ടത്തിൽ ഇങ്ങനെ സ്ലൈസായിട്ട് അരിയണം. അരിഞ്ഞ് മാവിൽ മുക്കിയിടാം. ഓരോന്ന് 2 പ്രാവശ്യം വീതം മറിച്ചിടണം കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കെടുക്കുക. അങ്ങനെ ആ ക്യാരറ്റൊക്കെ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊരിയാണത്. പഴം പൊരിക്കുന്ന പോലെ തന്നെ മധുരം കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം മാവിൽ ക്യാരറ്റിൽ മധുരമുള്ള എണ്ണ കൊണ്ട് കടിക്കുമ്പോൾ നല്ല മധുരമുണ്ട്. ഇതിലൊരു പൊരി 4 മണി പലഹാരം പോലെ കഴിക്കാം. ക്യാരറ്റ് നമുക്ക് വിറ്റമിൻസ് ഉള്ള കാരണം കൊണ്ട് നല്ലതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.